ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ ആയാലും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആയാലും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നും അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ RSI ഡൈവർജൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആ ഒരു ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. RSI ഡൈവർജൻസിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള RSI ഡൈവർജൻസ് കണ്ടെത്താം, ആ RSI ഡൈവർജൻസ് കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഏറ്റവും ആദ്യം സംസാരിക്കാം. അതിനുശേഷം എങ്ങനെയാണ് എൻട്രി എടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് RSI ഡൈവർജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് പ്രൈസ് ഒരു ഹയർ ഹൈസോ അല്ലെങ്കിൽ ഹയർ ലോസോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ RSI, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് RSI ഇൻഡിക്കേറ്റർ ആണ്. ഡൈവർജൻസ് എന്ന് പറയുമ്പോൾ RSIയിലും MACDയിലും അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം നമുക്ക് ഈ ഡൈവർജൻസ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് RSI ഡൈവർജൻസ് ആണ്. അപ്പോൾ എന്താണ് RSI ഡൈവർജൻസ് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ RSI ഒരു ലോവർ ഹൈ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ RSI ഒരു ഹയർ ലോ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ രീതിയിൽ പ്രൈസും RSIയും ഫോം ആകുമ്പോൾ അതിനെയാണ് നമ്മളൊരു ഡൈവർജൻസ് എന്ന് പറയുക. നമുക്ക് ലൈവ് ആയിട്ടുള്ള ചാർട്ടിലാണ് നോക്കാം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല, ഇതൊന്ന് ചെറുതാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് കാണാനായിട്ട് പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, RSI ഡൈവർജൻസ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈനാണ്. അപ്പോൾ ഈ RSI ഡൈവർജൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. അതായത് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിലാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ RSI ഡൈവർജൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ. ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഒരിക്കലും അവിടെ പോയിട്ട് RSI ഡൈവർജൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫോൾസ് സിഗ്നൽസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ട്രെൻഡിങ് മാർക്കറ്റാണ്. ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹയർ ഹൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഹയർ ഹൈ ആണെന്ന് പറയാനായിട്ട് പറ്റുക? ഞാൻ ചാർട്ട് ഒന്ന് റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഒരു ഹൈ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ഇതൊരു ഹൈ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിന് മുകളിൽ ഒരു ഹൈ ഫോം ആയാലാണ് നമ്മൾ അതിനൊരു ഹയർ ഹൈ എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഏത് രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്കൊരു ഹൈ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുമോ? ഇതൊരു ഹയർ ഹൈ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഹൈ, എന്താണ് ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഹൈ കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഹൈ ആണെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോം ആയിട്ടുണ്ടായിരിക്കും. അതിന് തൊട്ടടുത്തായിട്ട് 2 റെഡ് ക്യാൻഡിൽസ് എങ്കിലും ഈ രീതിയിൽ ഫോം ആയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളതൊരു ഹൈ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു റെഡ് ക്യാൻഡിൽ അതിന് തൊട്ട് തന്നെ ഫോം ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഒരു സ്വിംഗ് ഹൈ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ എങ്ങനെയാണ് പ്രൈസ് പോയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു സ്വിംഗ് ഹൈ ആണെന്ന് പറയാം. അതായത് ഈ ഒരു ഹൈക്ക് മുകളിലാണ് ഇവിടെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു RSI ഇൻഡിക്കേറ്റർ കൊണ്ടുവരാം. ഇതിപ്പോൾ ഒരു അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ RSI ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ RSIയും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ RSI ഇവിടെ ഒരു ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഒരു ലോവർ ഹൈ ആണ് ഇവിടെ RSI ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡൈവർജൻസ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡൈവർജൻസ് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു RSI ഡൈവർജൻസ് കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മളൊരു എൻട്രി എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ആയേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈവർജൻസ് കണ്ട ഉടനെ നമ്മൾ പോയിട്ടൊരു എൻട്രി എടുക്കാനായിട്ട് പാടില്ല. ഈ ഡൈവർജൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ, ഇവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് ഈ ഡൈവർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൈവർജൻസ് കണ്ട ഉടനെ പോയിട്ട് നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പാടില്ല. നമ്മൾ അവിടെ ഇനി പ്രൈസ് ആക്ഷനും കൂടി നോക്കേണ്ട അത്യാവശ്യമാണ്.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ RSI ഡൈവർജൻസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു RSI ഡൈവർജൻസ് കിട്ടി. നമ്മളപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു, ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണോ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇതൊരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക എന്ന് നമുക്ക് നോക്കാം. RSI ഞാൻ വീണ്ടും ഒന്ന് ചെറുതാക്കി ഇടുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് റിജക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഹൈ ഷാഡോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഏരിയയാണ് നമുക്കൊരു ടോപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺസ് കണ്ടെത്താനായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മളത് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഈ ഒരു ടോപ്പിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഷാഡോസ് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ കാൻഡിൽസ് എപ്പോഴും ഇവിടെ ക്ലോസ് ചെയ്തിരിക്കണം, ഇതിന് താഴെയായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ടോപ്പ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ രീതിയിലുള്ള ഒരു ടോപ്പ് കിട്ടുകയാണ്, ഒരു ഷാഡോയൊക്കെ ആയിട്ട് നമുക്കൊരു ടോപ്പ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ രീതിയിലുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം. ഈ രീതിയിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ പ്രൈസ് വീണ്ടും ഫോം ആയിക്കൊണ്ട് ഇവിടെ ഒരു നെക്ക് ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ ഫോം ആവുന്ന ക്യാൻഡിൽസ്, അതായത് വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് വരെ പോയിട്ട് അവിടെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്തും ക്ലോസ് ചെയ്യാം. ഒരിക്കലും ഇതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെ നമ്മൾ ഒരിക്കലും ഒരു ഡബിൾ ടോപ്പായിട്ട് എടുക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ രീതിയിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇവിടെ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറും അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിൽ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിൽ കണ്ടിട്ടുള്ളതും ലൈവായിട്ട് നമ്മളൊരു ചാർട്ടിൽ കാണുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാവും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസ് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ചാർട്ട് പാറ്റേൺ കൃത്യമായിട്ട് ലൈവായിട്ടുള്ള ചാർട്ടിൽ പോയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇതുപോലെ ഇടയിൽ കുറേ നോയ്സും കാര്യങ്ങളും ഒരുപാട് ലോ ഷാഡോസും ഹൈ ഷാഡോസും ഒക്കെ ഉള്ളതായിരിക്കും നമ്മുടെ റിയൽ ആയിട്ടുള്ള ലൈവായിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് വേണം നമ്മൾ കണ്ടെത്താനായിട്ട്. അതായത് ഒരു ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ പ്രൈസ് താഴേക്ക് വരുന്നതിനാണ് നമ്മൾ ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറോടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ആ ഒരു അപ് ട്രെൻഡിൽ നിന്ന് നമുക്കൊരു RSI ഡൈവർജൻസ് കിട്ടിയിട്ടുണ്ട്. RSI ഡൈവർജൻസ് കിട്ടിയപ്പോഴായിരുന്നു നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേണിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ക്യാൻഡിലിൽ. അപ്പോൾ ആ ഒരു ക്യാൻഡിലായിരിക്കും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ടോപ്പിന് മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിലായിരിക്കും നമ്മൾ നമ്മുടെ ടാർഗറ്റ് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു RSI ഡൈവർജൻസ് കണ്ടെത്തേണ്ടതും അതിനനുസരിച്ച് നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ കണ്ടെത്തേണ്ടതും അതിനനുസരിച്ച് ഒരു എൻട്രി എടുക്കേണ്ടതും. ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് പൊസിഷനാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ലോങ് പൊസിഷൻ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. നമുക്കൊരു ഡൗൺ ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു RSI ഡൈവർജൻസ് കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഒരു ലോവർ ലോസ് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് RSI ഇൻഡിക്കേറ്റർ നോക്കാം. RSI ഇൻഡിക്കേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ RSI ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹയർ ലോ ആണ്. ഓക്കെ, ഈ രീതിയിൽ ഒരു ഹയർ ലോ ആണ് RSI ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്കൊരു RSI ഡൈവർജൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എന്തെങ്കിലും ചാർട്ട് പാറ്റേൺസ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏത് രീതിയിലാണ് പ്രൈസ് ഇനി പോകുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് വീണ്ടും താഴേക്ക് വരികയാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. അതായത് ഈ ഒരു ലോ നമുക്കൊരു ടോപ്പായിട്ടിരിക്കാം. ഡബിൾ ടോപ്പ് അല്ല, ഡബിൾ ബോട്ടം ആയിട്ട് എടുക്കാം. നമുക്ക് ഈ ഒരു ലെവൽ എടുക്കാം. അതായത് ഈ ഒരു ഷാഡോസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ബോട്ടം ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ രീതിയിൽ ഒരു ബോട്ടം ഏരിയ മാർക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ ടോപ്പിനും ഡബിൾ ബോട്ടത്തിനുള്ള ഒരു റൂൾസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ബോട്ടമായിട്ട് എടുക്കില്ല, ഒരു ഡബിൾ ബോട്ടമായിട്ട് എടുക്കില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 റിജക്ഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനിയൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നോക്കാം. അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻട്രി ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്, ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നു. ആൻഡ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ബോട്ടത്തിന് താഴെയായിട്ടായിരിക്കും, ഈ ഒരു ലെവലിന് താഴെയായിട്ടായിരിക്കും വയ്ക്കുക. ആൻഡ് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സമയത്ത് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവും. കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ നിന്ന് റിവേഴ്സൽ സംഭവിക്കുന്നതിന് മുൻപായിട്ട് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവും നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽസ് കണ്ടെത്താനും അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഡൈവർജൻസ് എന്ന് പറയുന്നത്. പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിന് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ RSI ഡൈവർജൻസ് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു RSI ഡൈവർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ചാടിക്കയറി RSI ഡൈവർജൻസ് കാണുമ്പോഴേക്കും ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം കൃത്യമായിട്ടുള്ള ഡൈവർജൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ RSI ഡൈവർജൻസ് കണ്ടെത്താനും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കുള്ളൂ. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ചാർട്ട് പാറ്റേൺസും കൃത്യമായിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷറും ബൈയിങ് പ്രഷറും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.